റിപ്പബ്ലിക് ദിനാഘോഷം പ്രൗഢമായി പുരോഗമിക്കുകയാണ്. കർത്തവ്യപഥിൽ വിവിധ സേനാ വിഭാഗങ്ങൾ രാഷ്ട്രപതിയെ അഭിവാദ്യം ചെയ്ത് കടന്നുപോകുന്നു. സാംസ്കാരിക മഹിമ വിളിച്ചോതുന്ന ഫ്ലോട്ടുകളാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. ആർ രാധാകൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. രാധാകൃഷ്ണൻ, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? വേണു, 16 സംസ്ഥാനങ്ങളുടെ ടാബ്ലോകൾക്കാണ് ഈ പ്രദർശനാനുമതി ലഭിച്ചിരുന്നത്. അതനുസരിച്ച് മധ്യപ്രദേശിൻ്റെ ടാബ്ലോയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. സ്വയം പര്യാപ്തയായിട്ടുള്ള വനിതകളെ കുറിച്ചാണ് മധ്യപ്രദേശിൻ്റെ ഈ ടാബ്ലോ വിവരിക്കുന്നത്. മന്ത്ര ഓഫ് വികാസ് എന്നാണ് ഈ മധ്യപ്രദേശിൻ്റെ ടാബ്ലോയുടെ മുഖവാചകം. അവരുടെ പരമ്പരാഗത കലകൾ അടക്കം കാണിച്ചുകൊണ്ടാണ് ഈ ടാബ്ലോ മുന്നോട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മധ്യപ്രദേശിന് പിന്നാലെ ഒഡീഷയാണ് വരുന്നത്. ഒഡീഷയും വനിതാ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സങ്കല്പമാണ്. അവർ പറയുന്നത് വിമൻ എംപവർമെന്റ് ഇൻ വികസിത് ഭാരത് എന്നതാണ് ഒഡീഷയുടെ സന്ദേശമായിട്ട് ഈ ടാബ്ലോകളുടെ ഭാഗമായിട്ട് ഉള്ളത്. ഒഡീഷയ്ക്ക് തൊട്ടു പിന്നാലെ വരാൻ പോകുന്നത് ഛത്തീസ്ഗഡ് ആണ്. ഛത്തീസ്ഗഡിൻ്റെ ടാബ്ലോ ആയിരിക്കും തൊട്ടു പിന്നാലെ വരാനായി പോകുന്നത്. ഛത്തീസ്ഗഡ് വിവരിക്കുന്നത് അദിം ജസ്നാഥ് ഓഫ് ബസ്രത്ത് മുറിയ ദർബാർ. ഛത്തീസ്ഗഡിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള വിഭവങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിവരണം ഉൾക്കൊള്ളുന്ന ഒരു കാഴ്ചയായിരിക്കും അവർ മുന്നിലേക്ക് വയ്ക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഒഡീഷയുടെ കലാരൂപങ്ങൾ നിറയുന്ന ഈ ടാബ്ലോ കടന്നു പോകുന്ന കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒഡീഷയുടെ കലാരൂപങ്ങൾ നിറയുന്ന വനിതാ ശാക്തീകരണ ദൃശ്യങ്ങൾ വിളിച്ചോതുന്ന ടാബ്ലോയാണ് കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒഡീഷയും പറയുന്നത് വികസിത ഭാരതത്തിൽ വനിതകളുടെ ശാക്തീകരണത്തിൽ ഒഡീഷയുടെ പങ്ക്, ഇതാണ് ഈ ഒഡീഷ ഇത്തവണ അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ കേരളത്തിന് ഇത്തവണ ടാബ്ലോ ഇല്ല. കഴിഞ്ഞ തവണ നമ്മൾ പങ്കെടുത്തപ്പോൾ നാരീശക്തി നമ്മൾ ദൃശ്യവൽക്കരിച്ചിരുന്നു. അത് കേരളത്തിൻ്റെതായിട്ട് വന്നിരുന്നു. ഒഡീഷയ്ക്ക് തൊട്ടു പിന്നാലെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഛത്തീസ്ഗഡിൻ്റെ, ഈ സ്ക്രീനിൽ കാണുന്നത് ഛത്തീസ്ഗഡിൻ്റെ ദൃശ്യങ്ങളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ഛത്തീസ്ഗഡ് അവരുടെ മുറിയ ദർബാറിനെ സംബന്ധിച്ചിട്ടുള്ള വിശേഷങ്ങളാണ് ഇത്തവണത്തെ അവരുടെ ഈ ടാബ്ലോയുടെ ഭാഗമായിട്ട് വിവരിച്ചിരിക്കുന്നത്. മുറിയ ദർബാർ ഛത്തീസ്ഗഡിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ ഗ്രാമീണ ജീവിത ശൈലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവിഷ്കാരം എന്ന രീതിയിൽ അവർ കാട്ടുന്നത് ഇതാണ്. അടുത്തതായി ഇനി വരാൻ പോകുന്നത് ഛത്തീസ്ഗഡിന് ശേഷം രാജസ്ഥാനാണ്. രാജസ്ഥാൻ വികസിത ഭാരതത്തിൽ രാജസ്ഥാന്റെ പങ്ക്, രാജസ്ഥാനിലെ വനിതകൾ വഹിച്ച പങ്കിനെ സംബന്ധിച്ചിട്ട് ഉള്ള ഒരു ടാബ്ലോയാണ് ഇത്തവണ നാടോടി നൃത്തങ്ങളുടെ അകമ്പടിയോടുകൂടി അവതരിപ്പിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. വലിയ സാംസ്കാരിക വൈവിധ്യമുള്ള സ്ഥലമാണ് രാജസ്ഥാൻ. ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വലിയ സംസ്ഥാനങ്ങളുടെ മുൻനിരയിൽ നിൽക്കുന്ന ഈ സംസ്ഥാനം അവരുടെ സാംസ്കാരിക തനിമ കൂടി വിളിച്ചോതുന്ന വിധത്തിലാണ് ഈ ടാബ്ലോ തയ്യാറാക്കിയിരിക്കുന്നത്. അടുത്തതായി ഇനി വരുന്നത് മഹാരാഷ്ട്രയുടേതാണ്. മഹാരാഷ്ട്ര ജനാധിപത്യത്തിന് ഛത്രപതി ശിവജി മഹാരാജ് നൽകിയ സംഭാവനകളെ കുറിച്ചാണ് ഇത്തവണ അവരുടെ ടാബ്ലോയിൽ വിവരിക്കാനായിട്ട് പോവുക. ഇപ്പോൾ ഈ രാജസ്ഥാൻ്റെ ടാബ്ലോ കടന്നുപോയി കഴിഞ്ഞാൽ മഹാരാഷ്ട്രയുടെ ടാബ്ലോ ആയിരിക്കും ഇനി അടുത്തതായിട്ട് എത്തുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ രാഷ്ട്രപതിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് രാജസ്ഥാൻ്റെ ടാബ്ലോ കടന്ന് പോകുന്ന ദൃശ്യമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ തൊട്ടു പിന്നാലെ മഹാരാഷ്ട്രയുടെ ടാബ്ലോ ഈ രംഗത്തേക്ക് എത്തുകയാണ്. മഹാരാഷ്ട്ര ഇത്തവണ ഈ വനിതാ ശക്തിയാണ് അതിൻ്റെ ഒരു പശ്ചാത്തലമെങ്കിലും വിവരിക്കുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിന് ഛത്രപതി ശിവജി നൽകിയ സംഭാവനകൾ അടക്കമുള്ള കാര്യമാണ്. ഛത്രപതി ശിവജിയെ രംഗത്ത് വിവരിക്കുന്ന കാഴ്ച അതാണ്. ഛത്രപതി ശിവജിയുടെ വേഷ അനുകരണങ്ങളൊക്കെ ഉള്ള കലാകാരന്മാരെ നമുക്ക് ഈ ടാബ്ലോയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി അടുത്തത് വരുന്നത് ആന്ധ്രാപ്രദേശിൻ്റെതാണ്. ആന്ധ്രാപ്രദേശ് അവിടെയുള്ള അവരുടെ സ്കൂൾ മേഖലയിൽ, പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കിയ നേട്ടങ്ങളെ സംബന്ധിച്ചാണ് ഇത്തവണ അവരുടെ ടാബ്ലോയിൽ വിശദീകരിക്കാൻ പോകുന്നത്. ഒപ്പം ആന്ധ്രാപ്രദേശിൻ്റെ തനത് പാരമ്പര്യ കലകൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകും. ആന്ധ്രാപ്രദേശിൻ്റെ ടാബ്ലോ വരികയാണ്. ആന്ധ്രാപ്രദേശിൻ്റെ ടാബ്ലോ ആണ് നമുക്ക് കാണാനായിട്ട് ദൃശ്യങ്ങളിൽ കാണാനായിട്ട് ഇനിയിപ്പോൾ സാധിക്കുക.
ആന്ധ്രാപ്രദേശ് സ്കൂൾ തലത്തിൽ ഉണ്ടാക്കിയ വിദ്യാഭ്യാസ നേട്ടങ്ങളുടെ മികവായിരിക്കും ആന്ധ്രാപ്രദേശ് വിവരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാനായിട്ട് സാധിക്കും. സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് വലിയ നേട്ടങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ആന്ധ്രാപ്രദേശിന് ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു. വിവിധങ്ങളായിട്ടുള്ള പരിപാടികളാണ് സ്കൂൾ വിദ്യാഭ്യാസ മേഖലകളിൽ, അത് ഏറ്റവും ഉൾഗ്രാമങ്ങളിൽ പോലും എത്തുന്ന വിധത്തിൽ ആന്ധ്രാപ്രദേശ് കൈവരിച്ചത്. പ്രത്യേകിച്ച് ഈ വിദ്യാർത്ഥിനികളുടെ കാര്യത്തിൽ ഉണ്ടാക്കിയ നേട്ടം അത് വിവരിക്കുന്ന വിധത്തിൽ ആന്ധ്രാപ്രദേശിന്റെ ടാബ്ലോ കടന്നു പോകുന്നതാണ് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലഡാക്കിന്റെ ടാബ്ലോ ആയിരിക്കും 10ാമതായിട്ട് ഇനി കടന്ന് വരാനായിട്ട് പോകുന്നത്. ലഡാക്കും ഇത്തവണ ദൃശ്യവൽക്കരിക്കുന്നത് വനിതകളുടെ ശാക്തീകരണമാണ്. ലഡാക്കിൽ വനിതകൾക്ക് ഉണ്ടായ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായ, പ്രത്യേകിച്ച് ആർട്ടിക്കിൾ 370 വന്നതിന് ശേഷമുണ്ടായ വനിതാ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തെയാണ് ലഡാക്ക് ഇപ്പോൾ വിശദീകരിക്കുന്നത്. ലഡാക്കിന്റെ ടാബ്ലോ ഇനി നമുക്ക് ദൃശ്യങ്ങളിൽ ഇപ്പോൾ ഈ കാണുന്നത് ആന്ധ്രാപ്രദേശിന്റെയാണ്. അത് കടന്നുപോയാൽ വരുന്നത് ലഡാക്കിന്റെ ടാബ്ലോ ആയിരിക്കും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ലഡാക്കിന്റെ ടാബ്ലോ ആർട്ടിക്കിൾ 370 പിൻവലിച്ചതിന് ശേഷം വിവിധ മേഖലകളിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയ സ്ഥലമാണ് ലഡാക്ക് എന്നതാണ് അവർ ഈ തങ്ങളുടെ ടാബ്ലോയിലൂടെ ദൃശ്യവൽക്കരിക്കുന്നത്. പരമ്പരാഗതമായിട്ടുള്ള ലഡാക്കിന്റെ നൃത്ത വിധാനങ്ങൾ അടക്കമുള്ളവ ഈ രംഗത്ത് നമുക്ക് കലാകാരന്മാരെ, അവിടെയുള്ള ലഡാക്കിൽ നിന്നുള്ള കലാകാരന്മാരെ കാണാൻ സാധിക്കും. ഇനി തമിഴ്നാടിന്റെ ടാബ്ലോയാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. തമിഴ്നാടിന്റെ ടാബ്ലോ ഈ തൊട്ടു പിന്നാലെ വരും. ഈ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ടാബ്ലോകൾക്ക് ഇത്തവണ പ്രദർശനാനുമതി നിഷേധിച്ചു എന്ന വിമർശനം നിലനിൽക്കുമ്പോഴും തമിഴ്നാടിന്റെ ടാബ്ലോ ഏർപ്പെടുത്തിയ, അല്ലെങ്കിൽ തമിഴ്നാടിന്റെ ടാബ്ലോയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും പുരാതനമായി ജനാധിപത്യത്തിന് തമിഴ്നാട് നൽകിയിട്ടുള്ള സംവിധാനങ്ങൾ കുറിച്ച് വിവരിക്കുന്ന വിധത്തിലാണ് ഈ ടാബ്ലോ തയ്യാറാക്കിയിരിക്കുന്നത്. പരമ്പരാഗതമായിട്ടുള്ള നൃത്ത സംവിധാനങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ട്. കുടവാളായി സംവിധാനം, തമിഴ്നാട്ടിലെ കുടവാളായി ഈ സംവിധാനം ജനാധിപത്യത്തിന്റെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു രീതിയാണ്. അതിനെ വിവരിച്ചുകൊണ്ടാണ് തമിഴ്നാട് ഇത്തവണ അവരുടെ ടാബ്ലോ പരമ്പരാഗത നൃത്ത രൂപങ്ങളുടെ അകമ്പടിയോടുകൂടി അവതരിപ്പിക്കുന്നത്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി തമിഴ്നാടിന്റെ ടാബ്ലോ കടന്നു പോകുന്നു. രാഷ്ട്രപതി ആ ടാബ്ലോയ്ക്ക് അഭിവാദ്യം ചെയ്യുന്ന കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളുടെ പട്ടികയിലുള്ള ഗുജറാത്തിന്റെ ടാബ്ലോയാണ് ഇനി അടുത്തതായിട്ട് വരാനായിട്ട് പോകുന്നത്. ഗുജറാത്തിന്റെ ടൂറിസം മേഖലയിലുണ്ടായ നേട്ടങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇത്തവണ അവരുടെ ടാബ്ലോയിൽ വിശദീകരിക്കാനായിട്ട് പോകുന്നത്. ഗുജറാത്ത് അവകാശപ്പെടുന്നത് ഒരു അന്തർദേശീയ ഐക്കണായി തങ്ങൾ മാറിയിരിക്കുന്നു, ഗുജറാത്തിന്റെ ടൂറിസം മേഖല മാറിയിരിക്കുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ടുള്ള ഒരു സന്ദേശം നൽകുന്ന വിധത്തിലാണ് ഗുജറാത്തിന്റെ ഈ ടാബ്ലോ ഇനി കടന്നു വരാനായിട്ട് പോകുന്നത്. ഗുജറാത്തിന്റെ ടാബ്ലോയുമായി ബന്ധപ്പെട്ട് ഉള്ള ചർച്ചകൾ ഇപ്പോൾ നടന്ന ഗുജറാത്തിലെ ഗ്ലോബൽ സമ്മിറ്റ് അടക്കമുള്ള കാര്യങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ ആ വിധത്തിലുള്ള ഒരു തീമാണ് ഗുജറാത്ത് സ്വീകരിച്ചിരിക്കുന്നത്. ഗുജറാത്തിന് ടൂറിസം മേഖലയിൽ ഉണ്ടാക്കാൻ സാധിച്ച നേട്ടങ്ങളെ വിശദീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഗുജറാത്തിന്റെ ഈ ടാബ്ലോ കടന്നു വരുന്നത്. പരമ്പരാഗതമായിട്ടുള്ള കലാരൂപങ്ങൾ ഗുജറാത്തിൻ്റെത് ഈ ടാബ്ലോയുടെ ഭാഗമായിട്ട് വിശദീകരിക്കുകയും കലാകാരന്മാർ അണിനിരക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി മേഘാലയയാണ് 13ാമത്തെ സംസ്ഥാനമായിട്ട്. മേഘാലയയുടെ ടാബ്ലോ ആയിരിക്കും അടുത്തതായിട്ട് വരാൻ പോകുന്നത്. മേഘാലയം വിശദീകരിക്കുന്നത് ടൂറിസം മേഖലയിൽ തങ്ങൾ ഉണ്ടാക്കിയ, ഈ കാലയളവിൽ ഉണ്ടാക്കിയ നേട്ടത്തെ സംബന്ധിച്ച് ഉള്ള വിവരങ്ങളായിരിക്കും. പ്രധാനമന്ത്രിയും നമ്മുടെ മുഖ്യാതിഥി ഇമാനുവൽ മാക്രോണും അടക്കമുള്ളവർ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിച്ചു. ഇപ്പോൾ ഗുജറാത്ത് ടാബ്ലോ കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് കാണാനായിട്ട് സാധിക്കുന്നത്. മേഘാലയയുടെ ടാബ്ലോ ഇപ്പോൾ എത്തിയിരിക്കുന്നു. മേഘാലയം വിവരിക്കുന്നത് അവരുടെ ടൂറിസം മേഖലയിലുണ്ടാക്കിയ നേട്ടങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിവരണമാണ്. മേഘാലയ വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തിന് കഴിഞ്ഞ നാളുകളിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ ഈ ചില സംഘർഷഭരിതമായിട്ടുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴും മേഘാലയയ്ക്ക് അന്താരാഷ്ട്ര ടൂറിസം ഭൂപടത്തിൽ സ്ഥാനം പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന അവകാശവാദം മുന്നോട്ട് വയ്ക്കുകയാണ് മേഘാലയെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മേഘാലയയുടെ
ഫ്ലോട്ടാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ജാർഖണ്ഡിൻ്റെ ടാബ്ലോ ആയിരിക്കും ഇനി അടുത്തതായിട്ട് വരുന്നത്. തസർ സിൽക്കുകളുടെ വിവരണം ആയിരിക്കും ഇനി ജാർഖണ്ഡ് അവരുടെ ടാബ്ലോയിൽ വിശദീകരിക്കുക. അടുത്തതായി ജാർഖണ്ഡിൻ്റെ ടാബ്ലോ ആയിരിക്കും ഇപ്പോൾ കടന്നു വരാനായിട്ട് പോകുന്നത്. മേഘാലയയുടെ ടാബ്ലോ കടന്നു പോയി കഴിഞ്ഞാൽ വരുന്നത് തസർ സിൽക്കിൻ്റെ തീമായിട്ട് സ്വീകരിച്ചുകൊണ്ട് ജാർഖണ്ഡ് ഒരുക്കിയിരിക്കുന്ന ടാബ്ലോ ആയിരിക്കും അടുത്തതായിട്ട് കടന്നു പോകാൻ വരുന്നത്. ടാബ്ലോ ഇപ്പോൾ വരികയാണ്. ജാർഖണ്ഡിൻ്റെ ടാബ്ലോ അടുത്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഇത്തവണ ഈ ടാബ്ലോകളിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്ന ഒരു കാഴ്ച എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഉത്തർപ്രദേശിന്റെ ടാബ്ലോയാണ്. ഉത്തർപ്രദേശിന്റെ ടാബ്ലോ ഈ വികസിത ഭാരത് എന്നാണ് പറയുന്നതെങ്കിലും രാമക്ഷേത്രമടക്കമുള്ള കാര്യങ്ങൾ പരാമർശിക്കുന്ന വിധത്തിലാണ് ആ ടാബ്ലോ തയ്യാറാക്കിയിരിക്കുന്നത്. അല്പസമയത്തിനകം നമുക്ക് ഉത്തർപ്രദേശിന്റെ ടാബ്ലോ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അയോധ്യ വികസിത് ഭാരത് സമൃദ്ധ് വിരാസത്ത് എന്നുള്ളതാണ് ഈ ഉത്തർപ്രദേശിൻ്റെ ഇത്തവണത്തെ ടാബ്ലോയുടെ മുദ്രാവാക്യമായിട്ട് അവർ സ്വീകരിച്ചിരിക്കുന്നു. നമുക്ക് ഇപ്പോൾ ഉത്തർപ്രദേശിൻ്റെ ടാബ്ലോ ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് കടന്നു വരുന്നത് ഉത്തർപ്രദേശിൻ്റെ ടാബ്ലോയാണ്. കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ളവർ ഈ ഉത്തർപ്രദേശിൻ്റെ ടാബ്ലോ ഹർഷാരവത്തോടെ സ്വീകരിക്കുന്ന ഒരു കാഴ്ച ഇപ്പോൾ ഈ കർത്തവ്യപഥത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനം ഉണ്ടായത്. ആ രാമക്ഷേത്ര ഉദ്ഘാടനത്തെ കൂടി പ്രതീകവൽക്കരിക്കുന്ന വിധത്തിലുള്ള ടാബ്ലോ, ശ്രീരാമന്റെ ആ ബാലക രൂപത്തിലുള്ള ഒരു രൂപമടക്കം മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഈ ടാബ്ലോ മുന്നോട്ട് നീങ്ങുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഉത്തർപ്രദേശിന്റെ ടാബ്ലോ ഇപ്പോൾ കർത്തവ്യപഥിലൂടെ മുന്നോട്ട് നീങ്ങുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ രാമക്ഷേത്ര ഉദ്ഘാടനം അടക്കമുള്ളവ, ഒപ്പം ഉത്തർപ്രദേശ് വിവിധ മേഖലകളിൽ നേടിയ നേട്ടങ്ങൾ ഒക്കെ വിവരിക്കുന്നത് ഈ രാമനൊപ്പം മെട്രോ ട്രെയിനിൻ്റെ കാര്യം ഉൾപ്പെടെയുള്ളവ ഈ വിവരിച്ചുകൊണ്ടാണ് ഈ ഉത്തർപ്രദേശിൻ്റെ ടാബ്ലോ മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷെ ഈ ടാബ്ലോകളിൽ രാഷ്ട്രീയമായിട്ട് കൂടി ഒരു കാഴ്ച പതിയുന്ന ഒരു ദൃശ്യം എന്ന രീതിയിൽ നമുക്ക് ഉത്തർപ്രദേശിൻ്റെ ടാബ്ലോയെ കാണാനായിട്ട് സാധിക്കും. എല്ലാ മേഖലകളിലും വലിയ നേട്ടം ഉണ്ടാക്കി എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഈ ടാബ്ലോ ശ്രീരാമ 5 വയസ്സുള്ള ശ്രീരാമൻ്റെ രൂപം കൂടി മുന്നിൽ നിർത്തിക്കൊണ്ട് ആ ടാബ്ലോ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. അടുത്തത് ഇനി തെലുങ്കാനയുടെ ടാബ്ലോ ആയിരിക്കും വരിക. തെലുങ്കാനയും പറയുന്നത് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള മേഖലയിൽ തെലുങ്കാനയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടും ഒപ്പം ജനാധിപത്യവുമായി ബന്ധപ്പെട്ടും നൽകിയ സംഭാവനകളെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് വിവരിച്ചു നൽകുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റിന് ഉത്തർപ്രദേശിന്റെ ടാബ്ലോയുടെ സാരാംശം വിവരിച്ച് നൽകുന്ന ഉദ്യോഗസ്ഥർ എന്നുള്ളത് നമുക്കിപ്പോൾ ഈ കാഴ്ചകളിൽ കാണാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് തെലുങ്കാനയുടെ ടാബ്ലോയാണ്. തെലുങ്കാന അവർ ജനാധിപത്യത്തിന് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ജനാധിപത്യത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ, അത് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കാര്യങ്ങൾ കൂടി മുൻനിർത്തിക്കൊണ്ടാണ് ഈ തെലുങ്കാന ഇപ്പോൾ അത് വിവരിക്കുന്നത്. തെലുങ്കാനയുടെ ഒരു ഫ്ലോട്ടാണ് ഇപ്പോൾ കടന്ന് പോകുന്നത്. ഇതോടുകൂടി ഈ സംസ്ഥാനങ്ങളുടെ ഫ്ലോട്ടുകൾ അവസാനിക്കുകയാണ്. ഇനി വ്യത്യസ്തങ്ങളായിട്ടുള്ള കേന്ദ്ര സർക്കാർ വിഭാഗങ്ങളുടെ ഫ്ലോട്ടുകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആദ്യം വരുന്നത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ഫ്ലോട്ട് ഈ ടാബ്ലോ ആയിരിക്കും വരുന്നത്. ISRO ചന്ദ്രയാൻ 3 എന്നുള്ളതാണ് വിശദീകരിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ വലിയ നേട്ടങ്ങൾ, നമ്മുടെ ശാസ്ത്ര സാങ്കേതിക മേഖലയ്ക്ക് രാജ്യത്തിന് ഉണ്ടാക്കിയ, ഒപ്പം ബഹിരാകാശ മേഖലയിൽ നമ്മൾ ഉണ്ടാക്കിയ സ്വയം പര്യാപ്തത, ഇതെല്ലാം വിവരിക്കുന്നതാണ് ഇപ്പോൾ ISROയുടെ ഈ ചന്ദ്രയാൻ 3 വിവരിക്കുന്ന ഈ ടാബ്ലോ മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കടന്നു വരുന്നത് ISROയുടെ വിവിധ നേട്ടങ്ങളെ വിവരിക്കുന്ന ടാബ്ലോ കടന്നു പോകുന്ന ദൃശ്യമാണ്. ഇനി അടുത്തതായിട്ട് വരുന്നത് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് CSIR അവരുടെ ടാബ്ലോയാണ് ഇനി വരാൻ പോകുന്നത്. അവർ പറയുന്നത് പർപ്പിൾ റെവല്യൂഷൻ ത്രൂ സയന്റിഫിക് ഇന്റർവെൻഷൻസ് ഓഫ് CSIR എന്നുള്ളതാണ് അവരുടെ ഇത്തവണത്തെ പ്രഖ്യാപിതമായിട്ടുള്ള ഇതിൻ്റെ ആശയം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. വ്യത്യസ്ത കേന്ദ്ര സർക്കാർ വിഭാഗങ്ങളുടെ
ടാബ്ലോകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഇനത്തിൽ ഉള്ളത് ഏതാണ്ട് 9ഓളം വിഭാഗങ്ങൾ, കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ വിഭാഗങ്ങളുടെ ടാബ്ലോയാണ് ഉള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നു. അതത് വകുപ്പുകളുടെ മന്ത്രിമാർ പരസ്പരം അവരുടെ വിഭാഗങ്ങളുടെ മന്ത്രാലയങ്ങളുടെ ടാബ്ലോകൾ വരുമ്പോൾ പരസ്പരം അഭിനന്ദിക്കുന്ന കാഴ്ചയും നമുക്ക് ഈ ദൃശ്യത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. CSIRന്റെ ടാബ്ലോയാണ് ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. CSIRന്റെ ടാബ്ലോ കടന്നു പോകുന്ന മുറയ്ക്ക് മിനിസ്ട്രി ഓഫ് പോർട്സ് ആൻഡ് ഷിപ്പിംഗ്സ് ആൻഡ് വാട്ടർവേസ് ടാബ്ലോ ആയിരിക്കും കടന്നു വരുന്നത്. നമ്മുടെ തുറമുഖ മേഖലയിൽ, ഷിപ്പിംഗ് മേഖലയിൽ, ജലഗതാഗത മേഖലയിൽ രാജ്യം നേടിയ നേട്ടങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിവരണമായിരിക്കും അതിൽ നടത്തുക. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തൊട്ടു പിന്നാലെയായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ വലിയ നേട്ടമാണ് കഴിഞ്ഞ നാളുകളിൽ തുറമുഖ മേഖലയിലടക്കം കൈവരിച്ചിരിക്കുന്നത്. രാജ്യത്തിൻ്റെ വിവിധ തുറമുഖങ്ങൾ വ്യവസായ വാണിജ്യ മേഖലയിലെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. ഇതിനെ പ്രതീകവൽക്കരിക്കുന്ന ഒരു ടാബ്ലോ ആയിരിക്കും ഇനി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. CSIRന്റെ ടാബ്ലോ കടന്ന് പോവുകയാണ്. അതിനുശേഷം മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സിൻ്റെ കടന്നു പോവുകയാണ്. അതിനുശേഷം ആണ് ഈ പോർട്ടിൻ്റെ ടാബ്ലോ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വിവിധ മേഖലകളിൽ നമ്മൾ ഉണ്ടാക്കിയ നേട്ടങ്ങളെ വിവരിച്ചുകൊണ്ട്, ഡിജിറ്റൽ ഇന്ത്യ അടക്കമുള്ള കാര്യങ്ങളെ വിവരിച്ചുകൊണ്ടാണ് ഈ ടാബ്ലോകൾ ഓരോന്നായി കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെ ടാബ്ലോകൾ ഓരോന്നായിട്ട് കടന്ന് പോകുന്നത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി വരുന്നത് മിനിസ്ട്രി ഓഫ് പോർട്സ് ആൻഡ് ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് അവരുടെ ടാബ്ലോയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്.